നിത്യജീവിതത്തിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ദിക്റുകൾ എത്രയാണ്? രാവിലെ ഉണരുമ്പോ ഇവിടെ കൂടിയ ഉമ്മമാരോട് ഉപ്പമാരോട് ഞാൻ പറയുകയാണ്, നമ്മുടെ വീടുകളിൽ നമ്മൾ നിയന്ത്രിക്കുന്നില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്ത് പറഞ്ഞിട്ടാ എഴുന്നേൽക്കേണ്ടത്? നമുക്ക് കുടുംബത്തിലെ മെമ്പർമാർക്കൊക്കെ അറിയാമോ? ഉറങ്ങുന്നത് വരെ എന്ത് ചൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളിൽ എത്ര പേർക്ക് അതറിയാം? അൽഹംദുലില്ലാഹ് الذي أحيانا بعدما أماتنا وإليه النشور. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴുള്ള ഒരു പ്രാർത്ഥനയാണതെങ്കിൽ അൽഹംദുലില്ലാഹില്ലദീ ആഫാനി ഫീ ജസദി വറദ്ദ അലയ്യ റൂഹി വഅദിന ലീ ബിദിക്രിഹി. രണ്ടാമത്തൊരു പ്രാർത്ഥനയതാണ്. ഞാനതിൻ്റെ അർത്ഥതലങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല, പക്ഷേ ഞാൻ സൂചന പറയുന്നു. ഈ രണ്ട് ദിക്റുകളുടെയും ദുആകളുടെയും അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ട് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ഇനി ജീവിതത്തിൽ ഒരിക്കലും കൈവിടാതെ ഈ ദിക്റുകളും ദുആകളും നമ്മുടെ മനസ്സിലുണ്ടാവണേ. അതിനാണ് സ്ക്രീനിൽ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, അവിടെ മുതൽക്ക് നമ്മുടെ ഒരു ജീവിതം സ്റ്റാർട്ട് ചെയ്തു പ്രഭാതത്തിൽ. ഇനി അങ്ങോട്ട് ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് സന്ദർഭങ്ങളിൽ ദുആകളുണ്ട്, ദിക്റുകളുണ്ട്. ദിക്റില്ലാത്തവരാണ് മുജാഹിദുകൾ, ദുആയില്ലാത്തവരാണ് മുജാഹിദുകളെന്ന് പലരും ഇവിടെ കാടിളക്കി തെറ്റിദ്ധാരണ വരുത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അവരൊക്കെ ആടിച്ചാടി ദിക്റുകളും തുള്ളിച്ചാടി ദിക്റുകളും റാത്തീബുകളും മൗലിദുകളും ഒക്കെ നടത്തിയിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത കാര്യങ്ങളിലൂടെ ദിക്ർ എന്ന പേരിൽ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുമ്പോൾ നമ്മൾ മുസ്തഫ പഠിപ്പിച്ച അതേ രീതിയിൽ അവിടുന്ന് പഠിപ്പിച്ച ദുആകൾ മനഃപ്പാഠമാക്കി ചൊല്ലുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, ഖുർആൻ ഓതുന്നു, അർത്ഥം പഠിക്കുന്നു. ഉറങ്ങുന്നത് വരെ എന്ത് പറഞ്ഞിട്ടാണ് അവസാനത്തെ വാചകം അവസാനിപ്പിക്കേണ്ടതെന്ന് വരെ മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച അതേ രൂപത്തിൽ തന്നെ ഉളുവെടുത്ത് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നുകൊണ്ട് അവസാനം നമ്മുടെ നാവ് കൊണ്ട് പറയേണ്ട വാക്കുകൾ അവസാനം പറഞ്ഞ് ഈമാനോടെ മരിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തിയിട്ടല്ലേ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്.